മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കായി നൽകിയ വീടുകളിൽ വിള്ളലില്ല എന്ന മന്ത്രി കെ രാജന്റെ വാദം തള്ളി. വീട്ടുടമ നൌഫൽ രംഗത്ത്. ഉദ്യോഗസ്ഥർ അടയാളപ്പെടുത്തിയ വിള്ളൽ മന്ത്രി മായ്ച്ചെന്നും വീട്ടുടമ എന്ന നിലയിൽ തന്നോടൊന്നും ചോദിച്ചില്ല എന്നും നൌഫൽ പറഞ്ഞു. വീട്ടിലുള്ളത് വിള്ളലല്ലെന്നും കിനിവാണെന്നുമായിരുന്നു പരിശോധനയ്ക്ക് ശേഷം മന്ത്രി കെ രാജൻ പറഞ്ഞത്. ടൗൺഷിപ്പിനെ സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ വിമർശനം. ദുരന്തബാധിതർക്കായി നിർമ്മിച്ച വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയെന്ന പരാതികൾക്ക് പിന്നാലെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ടൗൺഷിപ്പിൽ നേരിട്ടെത്തിയത്. വീട്ടിലേത് വിള്ളലല്ലെന്നും കിനിവാണെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. ആളുകൾ താമസം തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഒരാളുങ്കൽ സമാധാനം പറയേണ്ടി വരുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. എന്നാൽ വിള്ളലുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്ത പാടുകൾ മായ്ക്കാനാണ് മന്ത്രി ശ്രമിച്ചതെന്ന് വീട്ടുടമ KT നൌഫൽ ആരോപിച്ചു. വീട്ടുടമസ്ഥൻ എന്ന നിലയിൽ തന്നോട് ഒരു കാര്യവും മന്ത്രി അന്വേഷിച്ചില്ലെന്നും നൌഫൽ. മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം മായ്ക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട മന്ത്രി, ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. ആള് ഗുണഭോക്താവ്. എന്നോട് മന്ത്രി ചോദിക്കാം. ഒരു അവകാശമല്ലേ? ഒരു അവകാശമാണ്. ഒരു അവകാശം ഉണ്ടല്ലോ. അതേസമയം ടൗൺഷിപ്പിനെ സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുറ്റപ്പെടുത്തി. സർക്കാരിന് ഇതിനെ ഒരു PR പ്രവർത്തനത്തിന്റെ ഒരു വലിയ അവസരമായിട്ട് കണ്ടു. ഇതിനെ രാഷ്ട്രീയമായ ഒരു മുഖം നൽകി. എന്നിട്ട് ഇതിനെ വളരെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രമുള്ള ഒരു പ്രചരണായുധമാക്കി എടുത്തു. തൊട്ടടുത്തുള്ള വീടിനും വിള്ളലുണ്ടെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ഇതോടെ ദുരന്തബാധിതർ ആശങ്കയിലാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.